എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ഫ്ലവർ. ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ക്രിസ്മസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു സ്കേർട്ടാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സ്കേർട്ടാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കൂടുതലും എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുഞ്ഞുവാൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ നെറ്റിൻ്റെ ഒരു ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് സോഫ്റ്റ് നെറ്റാണ്. 4 മീറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് എൻ്റെ 1.5 വയസ്സായിട്ടുള്ള മോളുടെ അളവിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് 4 മീറ്റർ തുണി ഇതിനാവശ്യമായിട്ട് വരും. 4 മീറ്റർ എന്ന് പറഞ്ഞാലും ഇതിനധികം വിലയൊന്നുമില്ല. മീറ്ററിന് 35 രൂപയേ ആയിട്ടുള്ളൂ. പിന്നെ നമുക്കിതുപോലൊരു ഹെഡ് ബാൻഡ് വേണം. സാധാരണ ഒരു ഹെഡ് ബാൻഡാണ് കേട്ടോ അത്. ഹെഡ് ബാൻഡ് വെച്ചിട്ടും പിന്നെ നമുക്ക് ഈ ഒരു സ്കേർട്ട് ഇലാസ്റ്റിക് വെച്ചിട്ടും ചെയ്യാം, ടിട്ടു സ്കേർട്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് ഹെഡ് ബാൻഡ് വെച്ചിട്ടാണ് ഈ ഒരു സ്കേർട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് മീറ്ററും സിസേഴ്സും വേണം. ഇനി നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ മുഴുവൻ തുണിയും 4 മീറ്റർ തുണിയും ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. മടക്കി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ പോലെ മടക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ മടക്കുകൾ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിത് സ്ട്രിപ്പുകളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് കെട്ടിയിട്ടാണ് ഈ സ്കേർട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് തുന്നലിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് സ്ട്രിപ്പുകളായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 2 മടക്കുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ മടക്കുകളും ഉള്ളിലുള്ളതൊക്കെ കട്ട് ചെയ്യുക 2 സൈഡിലെയും. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. നമ്മൾ കട്ട് ചെയ്യുന്ന ആ പീസിന് എത്ര വീതി വേണം എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ 5 ഇഞ്ചാണ് എടുക്കുന്നത്. പക്ഷേ ഇത്രയും വീതി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക തുണിയിൽ. മുഴുവനും മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ സ്ട്രിപ്പുകൾ വെച്ചിട്ടാണ് ഈ സ്കേർട്ട് ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കെട്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ എങ്ങനെയാണ് കട്ട് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇനി കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ മാർക്ക് ചെയ്തത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ടിന് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിന് മടക്കി നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സ്കേർട്ടിന് 12 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ അതുപോലെ ആവശ്യത്തിന് മടക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് എത്ര സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ മുഴുവൻ തുണി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാൻഡ് എടുക്കാം. ഇതിപ്പോൾ ഈ ബോ ഞാൻ കളയുന്നില്ല കേട്ടോ. കാരണം ചെറിയ ബോ ആയതുകൊണ്ട് ഈ ബോ അതിൽ തന്നെ വെക്കുകയാണ്. ഇനി നിങ്ങൾ എടുക്കുന്ന ബാൻഡിന് വലിയ ഫ്ലവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് ചെയ്യേണ്ട വരും. ഇതിപ്പോൾ ഞാൻ ഇത് കളയുന്നില്ല. ഇനി ഇതുപോലെ ഒരു ബോട്ടിലെടുത്തിട്ട് അതിലിത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ഇത്തിരി ഉയരമുള്ള ഒരു ബോട്ടിലെടുക്കുക. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രിപ്പുകൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഏറ്റവും താഴെ കാണുന്ന ആ ഹോളിൽ തിന്നായിട്ടൊരു ത്രെഡ് ഉണ്ടാവും. അതിന് തൊട്ട് മുകളിലായിട്ട് അതിൽ നമ്മൾ ഇതുപോലെ കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഏറ്റവും താഴെ ഭയങ്കര തിന്നായിട്ടാണ് ആ ത്രെഡ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ട. അതിന് തൊട്ട് മുകളിലായിട്ടുള്ള ഹോളിൽ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ കെട്ടിയെടുക്കാം. അങ്ങനെ കെട്ടിയിട്ടാണ് നമ്മൾ ഈ സ്കേർട്ട് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തൊരു സ്ട്രിപ്പ് എടുക്കുക, അടുത്ത ഹോളിലിടുക. ഇതുപോലെ എന്നിട്ട് നമ്മൾ ടൈറ്റായിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ രണ്ടെണ്ണം ചെയ്തില്ലേ, ഇത് ചെയ്തതിൻ്റെ സെൻറ്ററിലായിട്ട് കേട്ടോ, നമ്മളിപ്പോൾ രണ്ടെണ്ണം കെട്ടിയതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ അടുത്തത് ചെയ്യണത്. അടുത്ത ലെയർ ചെയ്യണത് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് അടുത്തത് കെട്ടി കൊടുക്കാം. അതുപോലെ അടുത്ത സ്ട്രിപ്പ് എടുത്തിട്ട് അതിൻ്റെ ഹോളിക്കോഡ് എടുത്തിട്ട് നമ്മൾ കെട്ടി കൊടുക്കുക. അങ്ങനെയാണ് നമ്മളിത് മൊത്തം ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു ബാൻഡ് മൊത്തം നമ്മളിതുപോലെ കെട്ടി എടുക്കുകയാണ് ചെയ്യണത്. പിന്നെ എന്താണ്, നമ്മൾ ഈ ഒരു സ്കേർട്ട് കെട്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ലൈനിങ് ഒന്നും വെക്കുന്നില്ല. അപ്പോൾ എന്താ പറയുക, കുഞ്ഞുങ്ങൾ ഇരിക്കുമ്പോഴൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയാൻ നമ്മൾ അടിയിൽ പാൻറ് ഇട്ട് കൊടുക്കാൻ, ഇന്നർ പാൻറ്, അതായത് ലെഗിൻസ് അല്ല, നമ്മൾ ടൈറ്റ്സ് എന്ന് പറയില്ലേ, അതുപോലത്തെ പാൻറ്റുകൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അത് നീങ്ങിയാലും കുഴപ്പമില്ല. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനത്തെ സ്കേർട്ടിന് അല്ലെങ്കിൽ ഫ്രോക്കിന് അതുപോലെയുള്ള പാൻറ്റുകൾ ടൈറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു ടോപ്പ് ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് ടോപ്പ്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇതിപ്പോൾ ഫുൾ സ്ലീവ് ആണ്, അല്ലെങ്കിൽ ഷർട്ടായാലും എന്തായാലും ഇതുപോലൊരു ഇതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു, അത് നമ്മൾ സെൻറ്ററിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പിൻ ചെയ്യുന്നൊരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഹാറ്റിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, സാൻഡ ഹാറ്റ്. അപ്പം അത് ഞാൻ ഇതിൽ ചെയ്യുന്നില്ല കേട്ടോ. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോവും. പിന്നെ എന്താണ് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു സ്കേർട്ട് ഇത്തിരി എന്താ പറയുക, തടി കുറഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒഴുകി പോവും. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ മോൾക്കെന്ന് പറയുകയാണെങ്കിൽ അത് നടക്കുമ്പോഴേക്ക് ഇങ്ങനെ താഴേക്ക് ചെറുതായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയാനായിട്ട് നമ്മൾ ഈ ബാൻഡിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സ്ട്രിപ്പിൽ തുണി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ടൈറ്റായിട്ട് വലിച്ചിട്ട് ബാക്കിൽ ഒരു ബോ പോലെ കിട്ടിയിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് തടിയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ചിലർക്കാണെങ്കിൽ അതിങ്ങനെ ഇഴുകി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തുണി എടുത്തിട്ട് ഈ ബാൻഡിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബെൽറ്റ് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഹോൾ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ബെൽറ്റ് പോലെ ആ തുണി ഇട്ടിട്ട് ഒരു ചെറിയൊരു 1 ഇഞ്ച് വീതിയിലും നല്ല നീളത്തിലൊരു തുണി എടുക്കുക. നമ്മളിതിനിപ്പോൾ സ്ട്രിപ്പുകളായിട്ട് കട്ട് ചെയ്തല്ലോ, ആ ഒരു സ്ട്രിപ്പായാലും മതി. എന്നിട്ട് നമ്മളൊരു ബോ പോലെ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ, ബാക്കിലോട്ട് ഒരു ടൈറ്റ് ബെൽറ്റ് പോലെ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എന്താ പറയുക, ഇഴുകി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ, അപ്പം മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ആശംസിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ, ലവ് യു ആൾ.